ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം നമ്മൾ പറഞ്ഞു ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. 812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമനമ്പിയാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഓക്കെ, കുറിച്യരും നടത്തുന്ന സമരമാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സവർണജാഥ മന്നത്തു പത്മനാഭനാണ്. ചാന്നാർ ലഹള 822, 859 വസ്ത്ര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരമാണ്. 888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നത് ശ്രീനാരായണ ഗുരുവുമാണ്. ഇനി പ്രത്യക്ഷ ഭരണം ഉണ്ടായിരുന്നത് മലബാറിലാണ്. ഉപ്പു സത്യാഗ്രഹം 30 കേരളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രം പയ്യന്നൂരാണ്. ഉളിയത്ത് കടവിലാണ് സ്മാരകം. 36 വൈദ്യുതി സമരം തൃശ്ശൂര് നടക്കുന്നു. കല്ലുമാല സമരം അയ്യങ്കാളി 915. ഇനി പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 2005. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ചോദ്യത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അധ്യക്ഷനായ ആദ്യ മലയാളിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷനായിരുന്നതും ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. പുതുതായിട്ട് വി രാമസുബ്രഹ്മണ്യം പുതിയ നിയമനം. ഉറപ്പായിട്ടും ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ കറണ്ട് അഫെയർ ലെവലിൽ ചോദ്യം വരും. ഇനി മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയ മൗലികാവകാശം അയിത്ത നിർമാർജനമാണ്. ആർട്ടിക്കിൾ 17 അല്ലെ? ആർട്ടിക്കിൾ 17 ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദ മഠത്തിൽ നിന്നാണ്. ഓൾറെഡി പറഞ്ഞു, സ്ഥിരമായി ചോദിക്കും. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയത് പിംഗലി വെങ്കയ്യ, ആന്ധ്രാപ്രദേശുകാരനാണ്. പിംഗലി വെങ്കയ്യ. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി മാറുന്നത് ഭാഗം 4A ഇവയുള്ളത്. 42ാം ഭേദഗതി 976 അല്ലെ? 976 മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറുഭരണഘടന എന്നറിയപ്പെടുന്ന 42ാം ഭേദഗതി 976 എന്ത് ചെയ്യുന്നത്? മൗലിക കടമകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭാഗം 4A കൂട്ടിച്ചേർക്കപ്പെടുന്നത്. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 വർഷം ഇമ്പോർട്ടന്റ് 14 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം പങ്കുവെച്ചത് ഇന്ത്യയിൽ നിന്നും കൈലാസ് സത്യാർത്ഥിയും പാകിസ്ഥാന്റെ മലാല യൂസഫ്സായി എന്ന 17കാരിയും നമുക്ക് വളരെ ഓർമ്മയുള്ള ഒരു ഫാക്റ്റാണ്. ഇനി വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പോൾ വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? പരിശോധിക്കുകയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഭരണഘടനയുടെ അനുച്ഛേദം വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് 21A പ്രസ്താവന ശരിയാണ്. ആർട്ടിക്കിൾ 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. 6 മുതൽ 14 വയസ്സ് വരെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. ശരിയായ പ്രസ്താവന. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. 2010 ഏപ്രിൽ 1 എന്ത് ചെയ്യുന്നത്? വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത്. തെറ്റിക്കുകയും ചെയ്തത്. 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത്. നമുക്ക് നോക്കാം. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്നാണ്. നമ്മൾ പറഞ്ഞു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. 46 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ട കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി 46 ഡിസംബർ 9 ആദ്യ സമ്മേളനം ചേരുന്നു. 46 ഡിസംബർ 9. അധ്യക്ഷൻ താൽക്കാലികം സച്ചിദാനന്ദ സിൻഹ, സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമാണ്. ഇനി ദേശീയ ജലപാതകളില്ലാത്ത ചോദ്യപേപ്പറുകൾ ഉണ്ടോ?
സാദിയ മുതൽ ധൂബ്രി വരെയുള്ള നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത NW2 ആണ്. നാഷണൽ വാട്ടർവേസ് 2 ആണ് ഏത്? സാദിയ ധൂബ്രി ആണ്. ജൂൺ മുതൽ നവംബർ വരെ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ഫേസിലും ചോദിച്ചു. ജൂൺ നവംബർ വരെ ഏതാണ്? ഇപ്പൊ ജൂൺ സെപ്റ്റംബർ എന്നും ചോദിക്കുന്നു. പുതിയ പുസ്തക പ്രകാരം ഖാരിഫ് വിളയാണല്ലേ, ഖാരിഫ് സീസൺ ആണ്. ജൂൺ നവംബർ ഖാരിഫ് സീസൺ ആണ്. ചുരങ്ങളിൽ നിന്നും സ്ഥിരമായി ചോദ്യങ്ങളുണ്ട്. ശ്രീനഗർ കാർഗിൽ വരുന്നത് സോജില ബന്ധിപ്പിക്കുന്നു. സോജില പാസ് അല്ലെങ്കിൽ സോജില ചുരം ശ്രീനഗർ കാർഗിലാണ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ജനസാന്ദ്രത, ആളുകൾ ഒരു പ്രത്യേക സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ തിങ്ങിപ്പാർക്കുന്നത് കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. ഈ അടുത്ത റീസെന്റ് കറണ്ട് അഫെയർ ലെവലിൽ ഒരു ചോദ്യം വന്നത്, ചൈന ഇന്ത്യയുമായി ഇപ്പം നിലവിൽ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രദേശം അരുണാചൽ പ്രദേശ് ആണ്. ഇന്ത്യയിലെ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മണികരൺ. മണികരൺ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മണികരൺ എവിടെയാണ്? മണികരൺ സ്ഥിതി ചെയ്യുന്നത്. മണികരൺ ഇന്ത്യയിലെ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16 ആണ്. എപ്പോഴും ചോദിക്കുന്ന ഒരു GK ഫാക്ട് ആണ്. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻറാം സ്ഥിതി ചെയ്യുന്നത് മേഘം ഉള്ളിടത്തല്ലേ മഴയുണ്ടാവുക? മേഘാലയയിലാണ് മൗസിൻറാം എന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. റിഗർ എന്നറിയപ്പെടുന്ന മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷിയാണ് ഏത്? റിഗർ അല്ലെങ്കിൽ കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയിലാണ് പരുത്തി. റിഗർ അല്ലെങ്കിൽ ബ്ലാക്ക് സോയിലിന് ഏറ്റവും അനുയോജ്യമായ കൃഷി പരുത്തി കൃഷിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദിയാണ് ലൂണി. ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാടാ? ഉപദ്വീപീയ നദികൾ നമുക്കറിയാം. ഉപദ്വീപീയ പീഠഭൂമി പഠിക്കുമ്പോൾ ഉപദ്വീപീയ നദികളെ നമ്മൾ പഠിക്കുന്നു. നർമ്മദ, താപ്തി, കൃഷ്ണ, കാവേരി, ഗോദാവരി, മഹാനദി എന്നിവയാണ്. ലൂണി അതില് വരുന്നില്ല. ഇനി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. കൃഷി അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ നിലനിൽക്കുന്നത് ഈ ഉത്തര മഹാസമതലത്തിലാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നു. ഇനി കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തീകരിച്ച ഗോത്ര പഞ്ചായത്ത് നൂൽപ്പുഴയാണ് കേട്ടോ. നൂൽപ്പുഴ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഇന്ത്യയിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തീകരിച്ച ഗോത്രവർഗ പഞ്ചായത്താണ് നൂൽപ്പുഴയാണ്. ഇനി കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിരമായി ചോദിക്കുന്നു. ഏതാണ് കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇന്റർനാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്? ട്രിവാൻഡ്രമാണ്, തിരുവനന്തപുരമാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി താലോലം. സ്ഥിരം ചോദ്യം. താലോലം എന്താണ്? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് താലോലം. ഇനി ഇവിടുന്ന് നിങ്ങളോട് ചോദ്യം ഇങ്ങനെ ചോദിച്ചാൽ, ഇവിടെ 2 പോയിന്റ് ഇപ്പൊ ചോദിക്കാറുണ്ട്. ഒറ്റ കുടക്കീഴിലാക്കിയ APL BPL വ്യത്യാസമില്ലാതെ ഒറ്റ കുടക്കീഴിലുള്ള 18 വയസ്സിൽ താഴെയുള്ളവരുടെ പദ്ധതി എന്ന് ചോദിച്ചാൽ ഉത്തരം മാറും. അത് ആരോഗ്യ കിരണമാണ് അല്ലെ? ആരോഗ്യ കിരണമാണ്. രണ്ടും ചോദിച്ചു കാണുന്നുണ്ട്. സോ ശ്രദ്ധിച്ച് ഉത്തരം എഴുതുക. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 അതിനു വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയ ആ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ആര്? കെ കസ്തൂരി രംഗനാണ്. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹമായിരുന്നു EOS 04. ആ സമയത്തെ കറണ്ട് അഫെയർ ആണ്. 2022 EOS 04 ആണ്. എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ് 04 ആണ്. കേരളത്തില്
2021 നിലവിൽ വന്ന നിയമസഭ നമുക്കറിയാം, ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന 21 വന്ന നിയമസഭ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിന്റെ കാലാവധി 21 മുതൽ 26 കൂടി എന്താവും, ഇത് കംപ്ലീറ്റ് ആവും. സോ അത് എത്രാമത്തെ നിയമസഭയാണെന്ന് ചോദിച്ചാൽ 15ാമത്തെ നിയമസഭയാണ് കേരളത്തിൽ നിലവിൽ വർക്കിംഗ്. അപ്പൊ കഴിഞ്ഞ ദിവസം PSC ചോദിച്ചില്ലേ, 2024 നടന്ന ലോക്സഭ തിരഞ്ഞെടുപ്പ് എത്രാം ലോക്സഭയിലേക്കായിരുന്നു? അത് 18 ആണ്. അപ്പൊ ഇവിടെ ഇപ്പൊ നിലവിൽ റൺ ചെയ്യുന്നത് 15ാം നിയമസഭയുമാണ്. 21 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി, ഇത് കറണ്ട് അഫെയർ എന്നുള്ളതല്ല, GK ആയിട്ട് തന്നെ പഠിച്ചു. P. വത്സല മരിച്ചതുകൊണ്ട് തന്നെ, പാറക്കുളത്തിൽ വത്സല മരിച്ചതുകൊണ്ട് തന്നെ ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. 21 എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ ജേതാവ് P. വത്സല. ഇനി ഏറ്റവും റീസെന്റ് 24 ആരായിരുന്നു? 23 SK വസന്തനാണ്. 24 ആരാണ്? NS മാധവനാണ്. ഓക്കെ, ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്, കൃത്യമായിട്ട് വായിച്ചിട്ട് പോവുക. കഴിഞ്ഞ ദിവസം നടന്ന പ്രിലിംസ് എക്സാമിൽ പുതിയ രീതിയിൽ സാധാരണ വൺ വേർഡ് ആയിട്ട് വയലാർ അവാർഡ് ചോദിക്കുന്നു, എഴുത്തച്ഛൻ അവാർഡ് ചോദിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ കണ്ടു കാണും, പുരസ്കാരം ഒരു സൈഡിൽ, ജേതാക്കൾ ഒരു സൈഡിൽ, അത് ശരിയായവ കണ്ടെത്തുക. കണ്ടതാണ് നിങ്ങൾ. ഇനി ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 2019 2019 ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നു. ഇവിടുന്ന് റീസെന്റ് വന്നൊരു ചോദ്യമാണ്. ഇത് സുപ്രീം കോടതി ഈ തീരുമാനത്തെ അംഗീകരിച്ചത് 2023 ഡിസംബറിലാണ് കേട്ടോ. ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം, നമ്മൾ വളരെയധികം ആഘോഷിച്ച നീരജ് ചോപ്രയുടെ സ്വർണ്ണ മെഡൽ 2020 നടന്ന ഒളിമ്പിക്സിലാണല്ലേ. 2020 ഒളിമ്പിക്സിലാണ് നീരജ് ചോപ്ര സ്വർണം നേടിയത്. ഇപ്പൊ ഏറ്റവും അവസാനം കഴിഞ്ഞ 2024 പാരീസ് ഒളിമ്പിക്സിൽ നമ്മൾ പഠിച്ചു, എക്സാമിന് PSC ഇങ്ങനെ ചോദിച്ചു, പങ്കെടുത്ത മലയാളികളുടെ എണ്ണം 7 മലയാളികൾ പങ്കെടുത്തു. അതിൽ ഇന്ത്യക്ക് കിട്ടിയ മെഡലുകളുടെ എണ്ണം 6 മെഡലുകൾ ഇന്ത്യക്ക് ലഭിച്ചു. 7 മലയാളികൾ പങ്കെടുത്തു. അതിൽ 1 മെഡൽ വെള്ളി മെഡലാണ്, ബാക്കി 5 മെഡലുകളും വെങ്കലവുമാണ്. ആ ഒരേ ഒരു വെള്ളി മെഡൽ കിട്ടിയത് നീരജ് ചോപ്രയ്ക്കാണ്. അദ്ദേഹം എറിഞ്ഞ ദൂരം ഓർമ്മയുണ്ടോ? 89.45 ആണ്. കൃത്യമായിട്ട് പഠിക്കുക, ഇനിയും ചോദിക്കും. എന്നാൽ ജാവലിനിൽ ഇപ്രാവശ്യം സ്വർണം നേടിയത് നദീം അർഷദാണ്, പാകിസ്ഥാൻ താരമാണ്. PSC ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വേഗത കൂടി ഓർത്തു വെക്കുക, 92.97 ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗ ദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? നമുക്കറിയാം, പ്രാഥമിക വർണ്ണങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വെബ്ജിയോർ റെയിൻബോ പഠിക്കാൻ നേരത്ത് വെബ്ജിയോറിൽ വേവ് ലെങ്ത് അനുസരിച്ച് അല്ലെങ്കിൽ തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളത് റെഡിനാണ്, ഏറ്റവും കുറവുള്ളത് വയലറ്റിനാണ്. അതേസമയം ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഏറ്റവും കൂടുതലുള്ളത് വയലറ്റിനാണ്, ഫ്രീക്വൻസി ഏറ്റവും കുറവുള്ളത് റെഡിനാണ്. അപ്പോൾ ഓപ്ഷനിൽ നിന്ന് എടുക്കുമ്പോൾ ഉത്തരം ഓറഞ്ച് ആണ് ഇവിടെ വരിക. വെബ്ജിയോർ ഓർത്ത് വെക്കുക, വെബ്ജിയോർ കൃത്യമായിട്ട് പഠിക്കുക. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡിൽ ഏറ്റവും വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗ ദൈർഘ്യം കൂടുതൽ ചുവപ്പിനാണ്, എന്നാൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി കൂടുതൽ വയലറ്റിനാണ്. ഓപ്പോസിറ്റ് ആണ് വരിക. സ്ഥിരമായിട്ടത് ചോദിക്കാറുമുണ്ട്. ഒരു വസ്തുവിൽ ഭൂമി ഉപയോഗിക്കുന്ന ആകർഷണ ബലമാണ് എന്ത്? 3000 ആണല്ലേ. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് 3000 എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇനി അവിടെ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഊഷ്മ അളക്കുന്ന ഒരു യൂണിറ്റ് ആണ് കെൽവിൻ, പ്ലസ് കെൽവിൻ എന്ന് പറയുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുക? പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതികോർജം 4 ഇരട്ടിയായി മാറും. ഇങ്ങനൊരു ചോദ്യം കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നോ? പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം 4 ഇരട്ടിയായിട്ട് മാറുന്നു. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തുവാണ് സോഡിയം ബെൻസോയേറ്റ്.
ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് സോഡിയം ബെൻസോയേറ്റ് എന്ന് പറയുന്നത്. ഇനി ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം ഡ്യൂട്ടീരിയത്തിൽ എത്രയാണ്? 1 ആണ്. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം 1 ആണ്. കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിലെ നമ്പർ എത്രയാണ്? കാൽസ്യത്തില് ബാഹ്യതമ ഷെല്ലിൽ എത്രയാണുള്ളത്? 4 ആണ് ഉള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. പ്രസ്താവന ശരിയാണ്. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിലെ മാസ് നമ്പർ. ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ എന്തുവാടാ? പ്രോട്ടോണും ന്യൂട്രോണും അടങ്ങുന്ന ന്യൂക്ലിയസിലുള്ള ആളുകളെയാണ് നമ്മൾ ന്യൂക്ലിയോൺ എന്ന് പറയുക. അതാണ് അതിന്റെ മാസ് നമ്പർ എന്ന് പറഞ്ഞ പ്രസ്താവന ശരിയാണ്. അപ്പോൾ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ ആണ്. പ്രസ്താവന ശരിയാണ്. ഇനി ന്യൂക്ലിയസിലുള്ളത് ആരൊക്കെയാ? പ്രോട്ടോണും ന്യൂട്രോണും ആണ്. അവർ തമ്മിലുള്ളതാണ്, ആ ന്യൂക്ലിയസിലുള്ള ആളുകളാണ് മാസ് തീരുമാനിക്കുന്നത്. ഇനി ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റുദർഫോർഡ് ആണ്. റുദർഫോർഡ് ആണ്. പ്രസ്താവന ശരിയാണ്. ന്യൂക്ലിയസ് കണ്ടെത്തുന്നത് റുദർഫോർഡ് ആണ്. ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ്. ഐസോബാർ അല്ല, ഐസോടോപ്പ് ആണ് ഇവിടെ ഉത്തരം വരേണ്ടത്. അതായത് ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ആണെങ്കിൽ അത് ഐസോടോപ്പ് ആണ് വരേണ്ടത്. ഇനി സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗമാണ് പ്ലവന പ്രക്രിയ. എക്സാമിന് ചോദിക്കുവേ, സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം പ്ലവന പ്രക്രിയ. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്നത് പ്ലവന പ്രക്രിയയാണെന്ന് ഓർക്കുക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ മണ്ണൂത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനമാണ് പ്രിയങ്ക പ്രീതി ഉണ്ടല്ലേ. പ്രീതി പ്രിയങ്ക എന്നാണ് നമ്മൾ പാവൽ പഠിക്കുന്നത്. പ്രീതി പ്രിയങ്ക. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കി നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ആർദ്രം പദ്ധതിയാണല്ലേ. ആർദ്രം പദ്ധതിയാണ്. ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കൊണ്ടാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ, നമ്മൾ പറയാറുണ്ട് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന അസുഖം ഉണ്ടാവുന്നത്? ജീവകം ഡി ആണല്ലേ. ജീവകം ഡി. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രവർത്തികളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ഉച്ഛ്വാസമുണ്ട്, നിശ്വാസമുണ്ട്. അകത്തേക്ക് എടുക്കുമ്പോൾ ഉച്ഛ്വാസം, പുറത്തേക്ക് വിടുമ്പോൾ അത് നിശ്വാസമാണ്. നമുക്ക് നോക്കാം. നിശ്വാസ സമയമാണ്. ഇപ്പൊ മനസ്സിൽ എല്ലാവരും ആലോചിക്കുക, നിശ്വാസമാണ്, പുറത്തേക്ക് വിടുവാണ്. ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. പ്രസ്താവന ശരിയാണ്. ഇനി ഔരാസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നുണ്ടോടാ? ഔരാസാശയത്തിന്റെ വ്യാപ്തി എന്ത് ചെയ്യുന്നില്ല? വർദ്ധിക്കുന്നില്ല. ഇനി ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നുണ്ടോ? ഇല്ല. വായുമർദ്ദം കൂടുന്നുണ്ട്. 1ഉം 3ഉം ആണ് ഇവിടെ ശരിയായിട്ട് വരിക. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്ന പ്രവർത്തനമാണ് നിശ്വാസം എന്ന് പറയുന്നത്. ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നില്ല. ഔരസാശയത്തിലെ വായുമർദ്ദം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു എന്ന് പറഞ്ഞ പ്രസ്താവന തെറ്റാണ്. ഇനി മനുഷ്യനിലെ പ്രധാന വിസർജന അവയവമാണ് ഏത്? വൃക്ക. എത്ര വിസർജന അവയവം ഉണ്ടടാ? 4 വിസർജന അവയവങ്ങളാണുള്ളത്. വൃക്കയുണ്ട്, ത്വക്കുണ്ട്, കരളുണ്ട്, ശ്വാസകോശമുണ്ട്. വൃക്ക, ത്വക്ക്, കരള്, ശ്വാസകോശം. പ്രധാനപ്പെട്ട ഒരു അവയവമായിട്ട് നമുക്ക് ഏത് പറയാം? വൃക്കയെ പറയാവുന്നതാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് സവർണജാഥ. ഓൾറെഡി പറഞ്ഞു. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്നത്, കേരളത്തിന്റെ എബ്രഹാം ലിങ്കൻ ആണ് പണ്ഡിറ്റ് KP കറുപ്പൻ. സാധുജന പരിപാലന യോഗം, ടെക്സ്റ്റ് ബുക്കിൽ കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്റർ അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന യോഗം വർഷം 1907 ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം ഓൾറെഡി പറഞ്ഞു, തൃശ്ശൂരാണ്. വർഷം പഠിച്ചേക്കുക. എപ്പോഴും ക്രോണോളജിയിൽ ചോദിക്കുന്നു. 36 936
6 സമരം നടക്കുന്നത്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂര് നമ്മൾ പഠിച്ചു. പൂക്കോട്ടൂർ സംഭവം പുസ്തകത്തിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട സംഭവമാണ് പൂക്കോട്ടൂർ സംഭവം. ആദിഭാഷ, നേരത്തെ ഞാൻ പറഞ്ഞു, ആദിഭാഷ പ്രാചീന മലയാളം വേദാധികാര നിരൂപണം. ആദിഭാഷ പ്രാചീന മലയാളം വേദാധികാര നിരൂപണം ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ, ഇത് SCERT ചാപ്റ്ററിലെ പോയിന്റ് ആണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കത്തിൽ നിന്നും ചോദ്യം വരാം. 150ാം ജന്മവാർഷികം നമ്മൾ കഴിഞ്ഞ വർഷം ആഘോഷിച്ചു. അപ്പോ തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകനാണ്. ഇനി ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? മലപ്പുറമാണ്. എന്നാൽ ഏറ്റവും വലിയ ജില്ല ചോദിച്ചാൽ എന്ത് പറയണം? വലിയ ജില്ല അത് നിലവിൽ ഇടുക്കി ജില്ലയാണല്ലേ, ഇടുക്കിയാണ്. ഓൾറെഡി കറണ്ട് അഫെയറിൽ നിന്നും ചോദ്യം വന്നു. സംസ്ഥാനത്ത് 8നും 18നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നു. നീന്തുന്നു, സ്പ്ലാഷ് ആണല്ലേ, സ്പ്ലാഷ് എന്ന പദ്ധതിയാണ്. 8നും 18നും ഇടയിൽ നീന്തൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് സ്പ്ലാഷ് എന്നാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണല്ലേ, പെരിയാറാണ്. ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാ? പട്ടണം എറണാകുളമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല എറണാകുളമാണ്. എറണാകുളം ജില്ലയാണ്. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ മറയൂർ ചന്ദനമാണല്ലേ. ഏക ചന്ദന നിർമ്മാണം പുഷ്പ 2, 3 എന്നൊക്കെ പറയുന്ന പോലെ ചന്ദന നിർമ്മാണ യൂണിറ്റ് മറയൂരാണ്. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴയാണ്. ഇനി അതിൽ കറണ്ട് അഫയേഴ്സ് അപ്ഡേഷൻസ് ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഏറ്റവും ചെറിയ ജില്ലയും ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി, ഓൾറെഡി നമ്മൾ പറഞ്ഞ ചോദ്യമാണ്. ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായൽ പറഞ്ഞു. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥ ലയൺ ടൈൽഡ് മെക്കാക്കു, സിംഹവാലൻ കുരങ്ങുകൾ വരുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. കേരളത്തിലെ 2ാമത്തെ നാഷണൽ പാർക്കുമാണ്. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം നമുക്കറിയാം, എറണാകുളം ജില്ലയിലുള്ള വളരെ ചെറിയ ഒരു പക്ഷി സങ്കേതമാണ് ഇത്, മംഗളവനം ബേർഡ് സാങ്ച്വറി. എന്താണ് കേരളത്തിന്റെ ഹരിത ശ്വാസകോശം? കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്നു മംഗളവനം, എറണാകുളമാണ്. ഇനി 53ൽ വന്ന് 56ൽ റിപ്പോർട്ട് വെച്ച് സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിച്ച കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലിയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന ഭാഗത്ത് നിന്നും സ്ഥിരമായി ചോദിക്കുന്ന ഭാഗമാണ് ഏത്? ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. അതുപോലെ KM പണിക്കർ എന്ന മലയാളി, ഹൃദയാനന്ദ കുൻസ്രു എന്നൊരു അംഗവും കൂടിയുണ്ട്. 3 പേരടങ്ങുന്നു. ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. ക്ലിയർ ആണ്, വ്യക്തമാണ്. ശ്രദ്ധിക്ക്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്നും വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ് എന്നാണ്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവയിൽ ആരുണ്ടായിരുന്നു? പോർച്ചുഗീസുകാരുണ്ടായിരുന്നു. അതായത് ആദ്യമായി കടന്നു വന്ന യൂറോപ്യന്മാരും അവസാനം കടന്നുപോയ യൂറോപ്യന്മാരും ആരാണ്? പോർച്ചുഗീസുകാരാണ്. അവന്മാരെ നമ്മൾ ഏത് ഓപ്പറേഷനിലൂടെയാ? ഓപ്പറേഷൻ വിജയ് എന്ന നീക്കത്തിലൂടെ 61ൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പറഞ്ഞു വിടുന്നുണ്ട്. റീസെന്റ് ചോദിച്ചല്ലോടാ, ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കാരെ മോചിപ്പിച്ച ദൗത്യം ഓപ്പറേഷൻ അജയ് ആണ്. ഇനി അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഫ്രോണ്ടിയർ ഗാന്ധി ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നു. കഴിഞ്ഞ ട്രിവാൻഡ്രം LDC മുതൽ സ്ഥിരമായി അദ്ദേഹത്തിനെ പറ്റിയുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുന്നുണ്ടല്ലേ. ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ, അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചു. ഭാരതരത്ന ലഭിച്ച ആദ്യ വിദേശിയാണ് അദ്ദേഹം. 1987 അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കിഥായി കുത്മത്കർ എന്ന സംഘടനയുടെ പേരെങ്ങനെയാണ്? കിഥായി കുത്മത്കർ എന്ന സംഘടന രൂപീകരിച്ചു. ക്വിറ്റ് ഇന്ത്യ ദിനം 42ലാണ്. ക്വിറ്റ് ഇന്ത്യ 42 ഓഗസ്റ്റ് 9. 42
ഓഗസ്റ്റ് 9-ാം തീയതിയാണ്. ഓഗസ്റ്റ് 9-ാം തീയതിയാണ്. ഇനി കഴിഞ്ഞ ദിവസം റിലീജിയസ് എക്സാമിന് ചോദിച്ചു ക്വിറ്റ് ഇന്ത്യ സമര സമയത്തെ വൈസ്രോയുടെ പേര്. അപ്പൊ നമ്മൾ ഇങ്ങനെയായിരുന്നു അന്ന് പഠിച്ചത് അല്ലേ? അതായത് ക്വിറ്റ് ഇന്ത്യയുടെ അർത്ഥം എന്താണ്? ഇന്ത്യ വിട്ടു പോവൂ, ഇന്ത്യ വിട്ടു പോ, ഗോ ഗോ ഗോ, ലില്ലിത് ഗോ, ലില്ലിത് ഗോ, ലില്ലിത് ഗോയാണ്. ഇനി ഒന്നാം സ്വാതന്ത്ര്യം ആരംഭിച്ചത് 857-ലാണ്. വളരെ ബേസിക് ഫാക്റ്റ് ആണ്. ഇനി INC-യുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ച ഏക മലയാളി C ശങ്കരൻ നായരാണ്, അല്ലെങ്കിൽ ചേറ്റു ശങ്കരൻ നായരാണ്. അദ്ദേഹം 1897-ലെ ഏത് സമ്മേളനമാണ്? അമരാവതി സമ്മേളനത്തിലാണ് അധ്യക്ഷനാവുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം സ്ഥിരമായി ചോദിക്കാറുണ്ട്, ഗാന്ധിജിയും അരാജകത്വവും. ഗാന്ധിജിയും അരാജകത്വവും ആരുടെ കൃതിയാണ്? C ശങ്കരൻ നായരുടെ കൃതിയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി ബംഗാളാണ്. തെബാഗ സമരം നടന്നത് ബംഗാളിലാണ്. സാന്താൽ കലാപം 55-56 കാലഘട്ടം. ദ്രൗപദി മുർമു എന്ന ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതി? എക്സാമിന് ചോദിച്ചില്ലേ? 15-ാമത്തെ രാഷ്ട്രപതി. ഇന്ത്യയുടെ 15-ാമത്തെ രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമുവുമായി ബന്ധപ്പെട്ട് അവർ ഒരു ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട വനിതയാണ്. സാന്താൽ വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ പ്രാധാന്യത്തോടെ പഠിക്കുക. 1855-56 കാലഘട്ടത്തിൽ സാന്താൽ കലാപം നടക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരമാണ് 42-ലെ ക്വിറ്റ് ഇന്ത്യ സമരം. 2 ചോദ്യങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗാന്ധിജിയെ അണിനിരത്തിക്കൊണ്ട് നടത്തിയ ആദ്യ ബഹുജന സമരം നിസ്സഹകരണ പ്രസ്ഥാനമാണ്. അവസാന ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം 42-മാണ്. ക്ലിയർ ആയിട്ട് പഠിക്കുക, തെറ്റിക്കേച്ചേല് ശ്രദ്ധിക്ക്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ്ങിലേക്ക് വരുന്നു. ബ്രഹ്മസമാജം ആരുടേതാണ്? ബ്രഹ്മസമാജം, ആര്യ സമാജം, പ്രാർത്ഥനാ സമാജം, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ. ആദ്യം തന്നെ ബ്രഹ്മസമാജം രാജാറാം മോഹൻ റായുമായി ബന്ധപ്പെടുത്താം. ആര്യ സമാജം ആര്യ ദയാനന്ദ സരസ്വതിയാണ്. ആര്യ സമാജം ദയാനന്ദ സരസ്വതിയാണ്. പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണം? ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ആത്മാറാം പാണ്ഡുരംഗെ. ഇനി ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ ആണെങ്കിൽ കേശവചന്ദ്ര സെന്നുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന കാര്യമാണ്. രാജാറാം മോഹൻ റോയ് ആണെങ്കിൽ ബ്രഹ്മസമാജമാണ്. ആര്യ സമാജം ചോദിച്ചാൽ ദയാനന്ദ സരസ്വതിയാണ്. പ്രാർത്ഥന സമാജം ആത്മാർത്ഥമായ പ്രാർത്ഥന ആത്മാറാം പാണ്ഡുരംഗ്. ഇനി ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ ആണെങ്കിൽ കേശവചന്ദ്ര സെന്നുമാണ്. തെറ്റിക്കേ ചെയ്യരുത്, വെരി ഇമ്പോർട്ടൻറ്റ്. 90-ൽ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന സ്ഥിരമായി പറയാം, MKSS എന്ന മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. 2005-ൽ വിവരാവകാശ നിയമം വരാൻ കാരണമായി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന 90-കളിൽ തന്നെ രൂപം കൊള്ളുന്നു. MKSS ആണ്, മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആയിരുന്നു ജസ്റ്റിസ് രംഗനാഥ മിശ്ര. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പ്രഥമാധ്യക്ഷൻ സ്ഥിരം ചോദ്യമാണ് രംഗനാഥ മിശ്ര. ഇന്ത്യയുടെ ദേശീയഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം 52 സെക്കൻഡ് ആണ്. 52 സെക്കൻഡ്. ഏറ്റവും കുറഞ്ഞ സമയം ചോദിച്ചാൽ 20 സെക്കൻഡുമാണ്. ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ്. പറഞ്ഞ കാര്യങ്ങളാണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതി എന്ന് പറഞ്ഞു? 42-ാം ഭേദഗതി 1976. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര തരം മൗലിക അവകാശങ്ങൾ? 6 എണ്ണമാണ്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിനെതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ് എന്ന ഉത്തരവ്. റിട്ട്, ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത റിട്ടുകൾ എന്ന ആശയം, അതിൽ ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക എന്ന ഭാഗം വരുന്നത് ഹേബിയസ് കോർപ്പസ് എന്ന റിട്ടിലാണ്. ഐത്ത നിരോധന നിയമം നമ്മൾ പറഞ്ഞു, ആർട്ടിക്കിൾ 17 പ്രകാരം മൗലികാവകാശങ്ങളിൽ ആർട്ടിക്കിൾ 17 ഐത്തോച്ചാടന നിരോധനമാണ്. അതിനുവേണ്ടി നിയമം വന്ന വർഷം 955 ആണ്. ഐത്തോച്ചാടന നിരോധന നിയമം 55. പിന്നീട് അത് പേര് മാറുന്നുണ്ട് 976 സമയത്ത്.
പേരെങ്ങനെയാണിപ്പോ? പൗരാവകാശ 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 സംരക്ഷണ നിയമം എന്നാണ്. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്ത് കൂടി കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല. കൃത്യമായിട്ട് പഠിക്കുക. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്ത് കൂടി കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖലയാണ് കൊങ്കൺ റെയിൽവേ. ഇതാണ് കൊങ്കൺ റെയിൽവേ ആണ്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത NH44 ആണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ചോദിച്ചാൽ ഉത്തരായന രേഖയാണ് 23.5 ഡിഗ്രി വടക്ക്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ, 23.5 ഡിഗ്രി നോർത്താണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ആണ് ടിസ്കോ ആണല്ലേ. ടാറ്റ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും വലിപ്പമുള്ളതും. ടാറ്റ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ എക്കൽ നിക്ഷേപണങ്ങൾ മൂലം രൂപം കൊണ്ട വിഭാഗമാണ് ഉത്തര മഹാസമതലം. അതായത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ ഹിമാലയൻ നദികളുടെ എക്കൽ നിക്ഷേപങ്ങളിലൂടെ രൂപം കൊണ്ട ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം. നമ്മൾ പറഞ്ഞു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നതും ഉത്തര മഹാസമതലമാണ്. മണികരൺ താമോർജം, കണ്ടോ ഈ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു. മണികരൺ താപോർജം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശാണ്. മണികരൺ താപോർജം, ഭൗമതാപോർജം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണ്. ഏത് രാജ്യത്താണ്? നേപ്പാളിലാണ് അല്ലെ. നേപ്പാളിലുള്ള മൗണ്ട് എവറസ്റ്റ് ആണ് ഏറ്റവും വലിയ കൊടുമുടി. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവെക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. എടാ കര അതിർത്തിയാണ്. നമുക്ക് ശ്രദ്ധിച്ച് പഠിക്കാം. ചൈനയ്ക്ക് കര അതിർത്തി ഉണ്ട്, നേപ്പാളിന് കര അതിർത്തി ഉണ്ട്, പാകിസ്ഥാനും ഭൂട്ടാനും എന്തുണ്ട്? കര അതിർത്തി പങ്കുവെക്കുന്നു. ശരിയായ പ്രസ്താവന. ഇനി താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. എടാ പാരമ്പര്യ ഇതരമാണ് ചോദിച്ചിരിക്കുന്നത്. പാരമ്പര്യ ഇതരം എന്ന് പറഞ്ഞാൽ എന്താ? തീർന്നു പോവാത്തതും പുനരുപയോഗിക്കാൻ കഴിയുന്നതുമായതാണ് ചോദിച്ചിരിക്കുന്നത്. സൗരോർജം തീർന്നു പോകത്തില്ല, വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. കാറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ചിലവ് കുറവാണ്, സേഫ് ആണ്. ജൈവവാതകവും സൗരോർജവും. ഓക്കെ, ജൈവം എന്ന് പറയുമ്പോൾ ബയോവേസ്റ്റുകളും ഉണ്ട്, സോളാറും ഉണ്ട്. അപ്പൊ എല്ലാം എന്തെന്ന് പറയാം? ശരിയാണ് എന്ന് പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്.